മൗണ്ട് ട്രാവലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ എന്നത്തെയും പോലെ ഒരു ട്രാവൽ വ്ലോഗ് അല്ല, എന്നൊരു വെറൈറ്റി വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു അൺബോക്സിംഗ് ആണ്. നമ്മുടെ ചാനലിലേക്ക് വാങ്ങുന്ന ആക്സസറീസിൻ്റെ അല്ലെങ്കിൽ ഗാഡ്ജറ്റ്സിൻ്റെ ഒരു അൺബോക്സിംഗ് റിവ്യൂ ചെയ്യുന്നതായിരിക്കും നമ്മൾ ഇന്നോട്ട്. അപ്പം അങ്ങനെ ആദ്യമായി നമ്മുടെ ചാനലിലേക്ക് വാങ്ങിയ ഒരു ആക്സസറിയാണ് നമ്മുടെ DJIയുടെ OSMO ACTION എന്ന് പറഞ്ഞ ആക്ഷൻ ക്യാമറ. ഇതൊരു അടിപൊളി സംഭവമാണ്. ഞാൻ ആദ്യം വാങ്ങാൻ ഉദ്ദേശിച്ചത് GoPro 7 ആയിരുന്നു. 7 ബ്ലാക്കില്ലേ, അതിലാണ് നമ്മൾ സ്റ്റെബിലൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് നോക്കിയപ്പോൾ ഏകദേശം 29 സംതിങ് അങ്ങനെയാണ് റേറ്റ് ഉണ്ടായിരുന്നത്. ഞാൻ ഒരു മാസം മുമ്പാണ് നോക്കിയത്. പിന്നെ അതിനേക്കാൾ ഒന്നുകൂടി ബെറ്റർ ആയിട്ട് തോന്നിയത് ഹീറോ 8 ആയിരുന്നു. അതിൽ ഏകദേശം 33 സംതിങ് റേറ്റ് കാണിക്കുന്നത്. അപ്പോൾ അതൊന്നും നമ്മളെക്കൊണ്ട് നടക്കുന്നതല്ല, ആ ഒരു ബഡ്ജറ്റ് നമ്മളൊന്നും നടക്കുന്നതല്ല. എൻ്റെ ചേട്ടൻ പറഞ്ഞത് DJIയുടെ OSMO ആക്ഷനെ പറ്റി. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ സംഭവം ഒരു അടിപൊളി ആക്ഷൻ ക്യാമറയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി. നമ്മുടെ ഈ ഒരു ഹീറോ 8ഉം ഈ ഒരു OSMO ആക്ഷനെ പറ്റി കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ രണ്ടും ഏകദേശം തുല്യമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ ഫീച്ചേഴ്സും എല്ലാ ഫങ്ഷൻസും എല്ലാം തുല്യമാണ്. ഒരു വലിയ ഡിഫറൻസ് ഒന്നുമില്ല, ജസ്റ്റ് പ്രൈസ് ടാഗിൽ മാത്രം ഡിഫറൻസ്. ഇതിന് ആ ഒരു GoPro ഹീറോ 8നേക്കാളും ഏകദേശം നല്ല റേറ്റ് കുറവാണ്. ഇതിന് ഏകദേശം 22,000 രൂപ മാത്രമാണ് ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എന്തായാലും എന്നെക്കൊണ്ട് അഫോർഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ എന്നെക്കൊണ്ട് നടക്കുന്നത് ഈ ഒരു ബഡ്ജറ്റുള്ളതാണ്. അപ്പോൾ എന്താ ഞാൻ വാങ്ങിയത് ആമസോണിൽ നിന്നാണ്. ആമസോണിലൊരു ഓഫർ ഉണ്ടായിരുന്നു, അപ്പോൾ അങ്ങനെ വാങ്ങിയതാണ്. പിന്നെ കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നെങ്കിൽ ഒരു വൈറ്റ് ബോക്സിലാണ്, നമ്മൾ മൊബൈലൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന പോലത്തെ ഒരു വൈറ്റ് ബോക്സിലാണ് കമ്പനി നമുക്ക് ഈ ഒരു OSMO ആക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് ബോക്സ് ഫ്രണ്ടിൽ തന്നെ കാണാം, നമുക്ക് ഈ ഒരു ഓസ്മോയുടെ ഫോട്ടോ പിക്ചർ കാണാം. ഡ്യൂൾ സ്ക്രീനിലാണ് കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ 4K HDR നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ 11 മിനിറ്റ് വരെ ഇത് വെള്ളത്തിൻ്റെ സർവൈവ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ് RF സ്റ്റെബിലൈസേഷൻ എന്ന് പറഞ്ഞാൽ പാറ് പോലെ ഇതിൻ്റെ വീഡിയോ ഉറച്ചു നിൽക്കും. എത്ര ഇളകിയാൽ പോലും അത് അതിൻ്റെ സ്റ്റെബിലൈസേഷൻ കീപ്പ് ചെയ്യുന്നതാണ് കമ്പനി അവകാശപ്പെടുന്നത്. അതേപോലെ തന്നെ 4K 60pയിൽ നമുക്കിത് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയ്ക്കൊരു നല്ല 4K വിഷ്വൽ നമുക്കിത് കിട്ടുന്നതാണ്. അതേപോലെ തന്നെ 8x അതായത് 1080pയിൽ നമുക്ക് ഒരു 8x സൂം എടുക്കാൻ അവൈലബിൾ ആണ്. പിന്നെ ഈ ബോക്സിൽ എന്തൊക്കെ ഇതിൽ പ്രൊവൈഡ് ചെയ്തിരുന്ന കമ്പനി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഓസ്മോയുടെ ക്യാമറ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ബാറ്ററി, പിന്നെ USB-C കേബിളാണ്. പിന്നെ ഒരു ക്വിക്ക് റിലീസ് ബേസ് കൊടുത്തിട്ടുണ്ട്, അതായത് നമ്മുടെ ഒരു മൗണ്ടാണ്, ഒരു ക്യാമറ മൗണ്ടാണത്. പിന്നെ കേവ്ഡ് അഡ്ജസ്റ്റീവ് മൗണ്ടും കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബാറ്ററി ഇങ്ങനെ ഒരു അടച്ചു വെക്കാനുള്ള കേസ് ഉണ്ട്. അതേപോലെ തന്നെ പിന്നെ ലോക്കിംഗ് സ്ക്രൂ ഉണ്ട്. ഈ ഒരു വേറെ ഹെൽമെറ്റിലൊക്കെ ഇങ്ങനെ ലോക്ക് ചെയ്യുന്ന സ്ക്രൂ ഇല്ലേ, അപ്പോൾ ആ ഒരു സാധനം ഇതിൽ അവൈലബിൾ ആണ്. അതുപോലെ ഫ്ലാറ്റ് അഡ്ജസ്റ്റീവ് മൗണ്ടും ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ഫ്ലാറ്റായ സ്ഥലത്ത് വെക്കാനായിട്ടുള്ളൊരു അഡ്ജസ്റ്റീവ് മൗണ്ടും കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴെ തന്നെ കുറേ ഈ ഗൂഗിളിലും ഇതിന് ആപ്ലിക്കേഷൻ ഉണ്ട്. ഈ ഒരു OSMO DJIയുടെ ഒരു ആപ്പ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇതാണ് കൊടുത്തേക്കുന്നത്. നമ്മുടെ ഗൂഗിൾ പേയിലും ഒരു ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെ താഴെ ഇതിൻ്റെ ഒരു ചെറിയൊരു ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ഇത് എവിടെ നിന്നാണ് ഉണ്ടാക്കിയതും പിന്നെ ഇത് ഏത് കൺട്രിയിൽ നിന്നാണെന്നുള്ളതും പിന്നെ നെയിമും പിന്നെ അതുപോലെ ഇതിൻ്റെ കളറ്, അതുപോലെ ഇതിൻ്റെ പ്രൈസ് ടാഗ്, ഇതിൻ്റെ ശരിക്കും കമ്പനി പ്രൈസ് ടാഗ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് ഏകദേശം 33,999 ഇതിൻ്റെ ഏകദേശം ശരിക്കുള്ള പ്രൈസ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ബോക്സിൽ അവൈലബിൾ ആയിട്ട് കമ്പനി നൽകിയിരിക്കുന്നത്. അടുത്ത നമ്മൾ പെട്ടി പൊട്ടിക്കാൻ പോകുന്ന ചടങ്ങിലേക്ക് കിടക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് നമുക്ക് തുറന്ന് നോക്കാം. തുറന്നപ്പോൾ പൊളിച്ചു കഴിഞ്ഞാൽ അടുത്ത് വേറെ ടേപ്പ് കൊണ്ട് ടേപ്പൊക്കെ വെച്ച് നല്ല സീൽ ചെയ്ത് ഒക്കെ അതിൻ്റെ ബോക്സിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ബോക്സ് തുറന്ന് നോക്കുമ്പോൾ കാണുന്നത് നമ്മുടെ OSMO ആക്ഷനാണ്. അത് നല്ല ഒരു കവറിലൊക്കെ ഇട്ട് പാക്ക് ചെയ്ത് വെച്ചേക്കാം, നമുക്ക് എടുത്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ OSMOയുടെ ആക്ഷൻ ക്യാമറ. സാധനമായിട്ട് അടിപൊളിയാണ്, കാണാൻ നല്ല രസമാണ് കാണാൻ. ഇത് നല്ലൊരു പ്രീമിയം പ്ലാസ്റ്റിക് ഒക്കെയാണ് കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിൽ കുറേ സ്റ്റിക്കറൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഡ്യൂൾ സ്ക്രീൻ അല്ലേ, ഫ്രണ്ടിലും ബാക്കിലും സ്ക്രീനൊക്കെ ഉണ്ട്. പിന്നെ പിന്നീട് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഈ സ്റ്റിക്കറൊക്കെ ഒന്ന് പൊളിച്ചിട്ട് നമുക്കൊന്ന് ഇത് കേസൊക്കെ വേണ്ടിയിട്ട് നമുക്ക് നോക്കി നോക്കാം. എന്തായാലും അടുത്തുള്ളൊരു ബോക്സാണ്, നമുക്ക് എടുത്ത് നോക്കാം. എന്തൊക്കെയാണെന്ന് അറിയില്ല, ചിലപ്പോൾ ചാർജറും കാര്യങ്ങളൊക്കെ ആയിരിക്കും നേരത്തെ പറഞ്ഞ പോലെ. അതെ നമ്മുടെ മൗണ്ടും കാര്യങ്ങളൊക്കെയാണ്. ഇത് ഹെൽമെറ്റ് മൗണ്ടാന്ന് തോന്നുന്നു. പിന്നെ ഉള്ളത് വേറൊരു മൗണ്ടും ഉണ്ട്. ഇതാണ് മറ്റേ പ്ലെയിൻ സ്ഥലത്ത് വെക്കാനുള്ളത്. പിന്നെ അത് നമ്മുടെ ചാർജറും പിന്നെ സ്ക്രൂ ആണ് കേട്ടോ. അതാണ് സ്ക്രൂ, ഞാൻ കാണിച്ചു തരാം. ഇതാണ് ബാറ്ററി കേസ്. ഇത്രയോട് പെട്ടിട്ട് വേറെ ഒന്നുമില്ല. പിന്നെ നമ്മൾ ഇതിൻ്റെ ഒരു ബുക്കും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള നമ്മുടെ ഇതിൻ്റെ ബുക്കാണ്. പിന്നെ വേറെന്തോ ഒരു OSMOയുടെ തന്നെ വേറെന്തോ സംഭവമാണ്, എന്താ അറിയില്ല, നോക്കിയാൽ. അപ്പോൾ ബാറ്ററി വരുന്നത് ഇങ്ങനത്തെ കേസിലാണ്, നല്ലൊരു ഹാർഡ് കോർ കേസാണ് കേട്ടോ. ബാറ്ററി നല്ല സേഫ് ആയിട്ട് കേസാണ്. ഫ്രണ്ടിൽ തന്നെ DJIയുടെ ലോഗോ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാണ് ബാറ്ററി. ചെറിയ ബാറ്ററി ആണ് കേട്ടോ, അല്ലേ.
നമ്മുടെ അതിൻ്റെ ഒരു മൗണ്ടാണെന്ന് തോന്നുന്നു ഇത് വെക്കാനുള്ളത്. അടുത്ത നമ്മുടെ ചാർജറിൻ്റെ കേബിളാണ്. ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. സംഭവം കൊള്ളാട്ടോ. സി ടൈപ്പ് ആട്ടോ ഇതിൻ്റെ. അപ്പോൾ പവർ ചാർജ് ചെയ്യാൻ തോന്നുന്നു. സി ടൈപ്പ് എല്ലാം പവർ ചാർജ് ചെയ്യാണല്ലോ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. നല്ല കുഴപ്പമില്ലാത്ത കേബിളാണ്. പിന്നെ ഇതിൻ്റെ സ്ക്രൂ വരുന്നുണ്ട്, നമ്മളിങ്ങനെ ടൈറ്റ് ആക്കാനുള്ള സ്ക്രൂ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ DJIയുടെ OSMO ACTION എന്ന ക്യാമറ. നമ്മുടെ അടിയിൽ തന്നെ ഇതിൻ്റെ ഈ ഒരു ലെൻസിൻ്റെ അടിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ചെറിയൊരു എയർ വെന്റിലേഷൻ. അതായത് ഇതിൻ്റെ ഉള്ളിൽ ചൂട് ഹീറ്റ് പോകാൻ വേണ്ടിയിട്ട് ചെറിയൊരു എയർ വെന്റിലേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് OSMO ACTION എന്ന് പറഞ്ഞ ചെറിയ ലോഗോ കൊടുത്തിട്ടുണ്ട് കമ്പനിയുടെ. പിന്നെ ഇവിടെ സൈഡിലായിട്ട് DJIയുടെ ലോഗോ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ലെങ്സ് ഗ്യാപ്പ് ഉണ്ട്, ഇത് സുഖമായിട്ട് ഊരിയെടുക്കാവുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഈ ക്യാമറ നിലത്ത് വീണ് പൊട്ടിക്കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് ഇത് റീപ്ലേസ് ചെയ്യാം. നമ്മുടെ ഈ ഒരു Hero 8-ലൊന്നും അത് നടക്കുന്നതല്ല, കാരണം അതൊക്കെ ഓൾറെഡി ഇൻബിൽഡ് ആണ്. അപ്പോൾ അതിനൊക്കെ ഒന്ന് മാറ്റുന്നുണ്ടെങ്കിൽ നല്ല റേറ്റാണ്. ആ ഒരു ക്യാമറയുടെ റേറ്റ് ഏകദേശം വരുന്നുണ്ട്. അതൊക്കെ ഒന്ന് ശരിയാക്കണമെന്നുണ്ടെങ്കിൽ. പിന്നെ ഇതിൽ വരുന്നത് ഡ്യുവൽ സ്ക്രീൻ. നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഫ്രണ്ടിലും സ്ക്രീനുണ്ട്, ബാക്കിലും സ്ക്രീനുണ്ട്. പിന്നെ ഇവിടെ സൈഡിലൊരു സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അടിയിലാണ് ബാറ്ററി. ഈ ബാറ്ററി ഊരുന്ന ജസ്റ്റ് കാണിച്ചിട്ട് ആദ്യം നമ്മൾ ഈ ഒരു ഇതുണ്ടല്ലേ, ഇതും പിന്നെ ഇതും കൂടെ ഇങ്ങനെ ആക്കുമ്പോഴാണ് ബാറ്ററി ഊരി കിട്ടുന്നത്. ഇതിന് ഏകദേശം 65 മിനിറ്റ് ഈ ഒരു ബാറ്ററി കൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റത്തുള്ളൂ. എക്സ്ട്രാ ബാറ്ററി വാങ്ങണം, എന്നാൽ മാത്രമേ നമുക്കൊരു ട്രാവലൊക്കെ പോകുമ്പം ഉപയോഗിക്കാൻ എക്സ്ട്രാ ബാറ്ററി വാങ്ങണം, എന്നാൽ മാത്രമേ അതുകൊണ്ട് നടക്കത്തുള്ളൂ. പിന്നീട് വരുന്നത് അല്ലോ ഈ ഒരു കൃത്യം ക്ലിപ്പ് ശരിയാവണം, എന്നാൽ മാത്രമേ ഇത് ലോക്ക് ആവത്തുള്ളൂ. പിന്നെ ഇവിടെ മെമ്മറി കാർഡിൻ്റെ സ്ലോട്ടാണ്. ഇവിടെ ഇതിങ്ങനെ ഞെക്കിയിട്ട് താഴേക്ക് വലിക്കുക. മനസ്സിലാകുന്നുണ്ട്, ഇങ്ങനെ ഞെക്കി താഴേക്ക് വലിക്കുക. അപ്പോൾ മെമ്മറി കാർഡിൻ്റെ സ്ലോട്ട് കാണാം. ഓൾറെഡി മെമ്മറി കാർഡ് ഇടും. ഞാൻ സാൻഡർ സ്ക്രീൻ മെമ്മറി കാർഡ് വാങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഇതിൽ സാധാ മെമ്മറി കാർഡ് പറ്റത്തില്ല, ഇതിൽ അൾട്രാ സ്പീഡിൻ്റെ മെമ്മറി കാർഡ് തന്നെ വേണം. പിന്നെ ചാർജിങ് ഇത് കൊടുത്ത് സി ടൈപ്പാണ് ചാർജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മേളിലേക്ക് പോകുമ്പോൾ ഇവിടെ 2 ബട്ടൺസ് കാണാം. ഒന്ന് പവർ ഓൺ ചെയ്യുന്നതിൻ്റെയും പിന്നെ റെക്കോർഡ് ചെയ്യുന്നതിൻ്റെയും. നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഒന്ന് സ്വിച്ച് ഞെക്കി കഴിഞ്ഞാൽ ഓണാകുമ്പോൾ സൗണ്ട് കേൾക്കാം, മനസ്സിലായി. പിന്നെ ഉള്ളത് സ്റ്റാർട്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓണായി കഴിഞ്ഞാൽ ഇവിടെ ഗ്രീൻ ലൈറ്റ് കത്തും. പിന്നെ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് അതിൽ ഞെക്കിയാൽ മതി. അപ്പോൾ റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ സൗണ്ട് ആയിട്ടില്ലേ, അങ്ങനെയാണ് സംഭവങ്ങൾ. അപ്പോൾ ഓഫാക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പിന്നെ ഒന്ന് ഞെക്കിയാൽ മതി, അപ്പോൾ ഓഫാവും. പിന്നെ ഉള്ളത് നമ്മളിപ്പോൾ എടുത്ത വീഡിയോ ജസ്റ്റ് ഒന്ന് റെക്കോർഡ് ചെയ്തായിരുന്നില്ലേ, അപ്പോൾ എടുത്ത വീഡിയോ ഒന്ന് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സൈഡിലേക്ക് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എടുത്ത വീഡിയോസ് കാണാൻ പറ്റും. ഇതൊക്കെ എടുത്ത വീഡിയോസാണ്, ഇതിനു മുമ്പ് എടുത്ത വീഡിയോസാണ്. പിന്നെ ഉള്ളത് ഇവിടുന്ന് ഇങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോയിൽ വേണോ മാനുവൽ വേണോ ഉള്ളത് സംഭവമാണ്. ഓട്ടോയിൽ വേണോ മാനുവൽ വേണോ അതിൻ്റെ ഉള്ളൊരു ഇതാണ് കൊടുത്തേക്കുന്നത്. പിന്നെ മെയിലിൽ നിന്ന് താഴേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഫോണിൽ സെറ്റിങ്സ് വലിക്കില്ല, അതേപോലെ അത് സംഭവമാണ്. നമ്മുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാനുള്ള സാധനമാണ്. പിന്നുള്ളത് ബ്രൈറ്റ്നെസ്സിൻ്റെ കൂട്ട് കുറയ്ക്കുകയും ചെയ്യും നമുക്കിത്. പിന്നുള്ളത് സ്ക്രീൻ ലോക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അൺലോക്ക് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇവിടെ പിടിച്ചത് ഇങ്ങനെ ആക്കിയാൽ മതി, അൺലോക്കായി. പിന്നെ ഉള്ളത് നമ്മുടെ സെറ്റിങ്സിലാണ് വോയിസ് കൺട്രോൾ സെറ്റിങ്സ് ഒക്കെ ഉള്ളത്. വോയിസ് കൺട്രോൾ ഇപ്പോൾ ഓണാണ്, അവിടെ ഓണാണ്. ഇതിൽ പിന്നെ ഇതിലെ മെയിൻ ഒരു ഫീച്ചറാണ്. ഇപ്പോൾ നമുക്ക് വോയിസ് പറഞ്ഞുകൊണ്ട് നമുക്കിതിൽ ഫീച്ചേഴ്സ് വർക്ക് കീപ്പ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം സ്വിച്ച് സ്ക്രീൻ എന്ന് പറഞ്ഞാൽ സ്ക്രീൻ ഫ്രണ്ടിലേക്ക് സ്വിച്ച് മാറും, അതുപോലെ ബാക്കിലേക്ക് മാറും. പിന്നെ അതുപോലെ റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ടേക്ക് ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഫോട്ടോ എടുക്കും. പിന്നെ ഷട്ട് ഓൺ ചെയ്യാൻ പറഞ്ഞാൽ ഷട്ട് ഓൺ ചെയ്യും. അങ്ങനെ പല ഫീച്ചേഴ്സ് ഇതിലുണ്ട്, അതൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നുള്ളതാണ് സ്നാപ്ഷോട്ട്, ക്വിക്ക് സ്വിച്ച്, വയർലെസ് കണക്ഷൻ, ഫോണായിട്ട് കണക്ട് ചെയ്യാനുള്ള സാധനങ്ങൾ, അങ്ങനെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ ഇത് ഓട്ടോ സ്ക്രീന്, LED-യുടെ, പിന്നെ ലാംഗ്വേജ്, അങ്ങനെ ടൈം, കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഉള്ളത് ഓൺ റൊട്ടേഷൻ, എങ്ങനെ ഫോൺ റൊട്ടേറ്റ് ചെയ്യില്ലേ അതിനുള്ള സാധനമാണ്. അതുപോലെ ക്യാമറയുടെ സ്ക്രീൻ റൊട്ടേറ്റ് ചെയ്യുന്ന സാധനമാണ്. പിന്നെ ഗ്രിഡ് ഓൺ ചെയ്യാനുള്ളത്, ഗ്രിഡല്ല മീറ്ററിങ് ഓൺ ചെയ്യാനുള്ളത്. പിന്നെ അടുത്തുള്ളത് നമ്മുടെ സ്വിച്ചിൽ നമ്മുടെ വോയിസ് റെക്കഗ്നേഷൻ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുള്ളതാണ്. പിന്നെ ലാസ്റ്റ് ഫീച്ചറാണ് നമ്മുടെ ഈ ഫ്രണ്ട് സ്ക്രീന് വൈഡ് ആക്കണോ അതോ സൂം ആക്കണോ അതിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ നമുക്കിനി ഈ നേരത്തെ പറഞ്ഞ പോലെ സ്ക്രീൻ ഒന്ന് സ്വിച്ച് ചെയ്ത് നോക്കാം. അതിന് ജസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ സ്ക്രീൻ സ്വിച്ചായി. ഇപ്പോൾ ഫ്രണ്ടിലായി. അത്യാവശ്യം നല്ല വൈഡ് ക്യാമറയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ റെക്കോർഡ് ചെയ്യണമെങ്കിലും ഇത് നേരത്തെ പറഞ്ഞ പോലെ ഇത് മേലെ ആക്കി കഴിഞ്ഞാൽ റെക്കോർഡിങ് ആകും. ഇവിടെ റെക്കോർഡിങ് ആണെന്ന് അറിയാനായിട്ട് ഇവിടെ ഇതുണ്ടോ റെക്കോർഡിങ് ആയി കഴിഞ്ഞാൽ ഇവിടെ റെഡ് ലൈറ്റ് കത്തും, കണ്ടില്ലേ. അപ്പോൾ അതൊക്കെയാണ് ഇവിടെ ഫീച്ചേഴ്സ്. പിന്നെ ഉള്ളത് നല്ല വൈഡ് ആട്ടോ, അത്യാവശ്യം നല്ല വൈഡ് ഉള്ളൊരു ക്യാമറ തന്നെയാണ് ഇത് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പം. പിന്നെ ഉള്ളത് സ്ക്രീൻ സ്വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ടോ കാണിച്ചു തരാം. സ്ക്രീൻ സ്വിച്ച് കണ്ടില്ലേ, സ്ക്രീൻ ഫ്രണ്ടിലേക്ക് മാറി. ഇനി ബാക്കിലേക്ക് മാറി, ഇനി ഫ്രണ്ടിലേക്ക് മാറണമെങ്കിൽ സ്ക്രീൻ സ്വിച്ച് അല്ലേ ഫ്രണ്ടിലേക്ക് മാറി. അപ്പോൾ നമുക്ക് അങ്ങനെ ഇത് ചെയ്യാൻ പറ്റും. നമുക്കിനി റെക്കോർഡ് ചെയ്യണമെങ്കിൽ ഇതിൽ ഞെക്കാണ്ട് ഇപ്പോൾ നമ്മുടെ കയ്യിലാണ് സാധനം, അപ്പം മേളിൽ വേറെ കയ്യിലൊരു സാധനമാണെങ്കിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് റെക്കോർഡിങ്
അല്ലേ? സ്റ്റാർട്ട് റെക്കോർഡിംഗ് എന്ന് പറഞ്ഞപ്പോൾ റെക്കോർഡിംഗ് ആവുന്നുണ്ട് അല്ലേ? അവിടെ നമുക്ക് കാണാം റെക്കോർഡിംഗ് ആണ് ഓൾറെഡി. നമ്മൾ ആദ്യമായിട്ട് എടുക്കുന്നതുകൊണ്ടാണ് ചെറിയ കുറേ കാര്യങ്ങൾ മിസ്സിംഗ് ആണ്. എന്നാലും അത്യാവശ്യം മൈൻഡിലുള്ള കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിക്കുന്നുണ്ട് ഞങ്ങൾ. നമ്മുടെ DSLR ഒക്കെ പിടിക്കുന്നതിനേക്കാൾ സുഖമായിട്ടല്ലേ, കുഞ്ഞ് കൃത്യം കയ്യിലിങ്ങനെ സുഖമായിട്ട് പിടിക്കാവുന്നതാണ് അതുകൊണ്ട്. പിന്നെ നമുക്ക് ഇത് നിങ്ങൾക്ക് കംഫർട്ട് ആയില്ലെങ്കിൽ ഇതിൻ്റെ ട്രൈപ്പോഡ് ഉണ്ട്, ഞാൻ ജസ്റ്റ് വാങ്ങിയിട്ട് കാണിച്ചിരുന്നല്ലോ. ഒരു ട്രൈപ്പോഡാണ്. ഈ ട്രൈപ്പോഡ് കൊണ്ട് പിടിച്ച് നമുക്കിത് എടുക്കാവുന്നതാണ്. ഞാൻ ഇതിൽ ഫിറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. നല്ല രസമാണ്, നല്ല അടിപൊളി ട്രൈപ്പോഡാണ്. ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയാണ്. നമ്മളങ്ങനെ ആ ട്രൈപ്പോഡ് ഇതിലേക്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രൈപ്പോഡ് ഇട്ട് നല്ല രസമുണ്ട് കാണാനുണ്ടോ. സുഖമാണ് ഇങ്ങനെ പിടിക്കേണ്ടത്. നമ്മുടെ ഈ ഞാൻ പിടിച്ചേക്കുന്നത് എൻ്റെ ഒരു ക്യാമറ പിടിക്കാനേക്കാൾ എന്ത് സുഖമാണ് ഈ സാധനം പിടിക്കാൻ. സുഖമായിട്ട് നമുക്ക് വ്ളോഗ് ചെയ്യാം. എല്ലാം കൊണ്ടൊരു ഉപകാരം തന്നെയാണ് ഈ ഒരു DJI OSMO ACTION തരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ബാക്കി RocksteadY മോഡും പിന്നെ ഒരു വെള്ളത്തിലുള്ള വീഡിയോസിൻ്റെ കാര്യമൊക്കെ നമുക്ക് നോക്കി നോക്കാം. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ DJI OSMO ACTIONൽ എടുത്തിരിക്കുന്ന 4K 60p ഫ്രെയിമിൽ എടുത്തിരിക്കുന്ന ഒരു വീഡിയോ ആണ്. കാരണം നല്ല അടിപൊളി ഒരു ക്ലാരിറ്റി ഉള്ളൊരു വീഡിയോ തന്നെയാണ് കേട്ടോ. കണ്ടോ ഇലയുടെയൊക്കെ ഒരു കളർ കോമ്പിനേഷനും കാര്യങ്ങളൊക്കെ, അതായത് ഈ ഒരു സാച്ചുറേഷനും കാര്യങ്ങളൊക്കെ കളർ ബാലൻസൊക്കെ അടിപൊളിയാണ്. അത്യാവശ്യം നല്ലൊരു വീഡിയോ ക്വാളിറ്റി തന്നെ നമുക്ക് ഈ ഒരു ക്യാമറ നമുക്ക് നൽകുന്നുണ്ട്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ RocksteadY മോഡാണ്. അത്യാവശ്യം നല്ലൊരു സ്റ്റെബിലൈസേഷൻ ക്യാമറ കീപ്പ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ ചാടിയൊക്കെയാണ് പോകുന്നത്, ചാടിയും അത്യാവശ്യം ഓടിയൊക്കെയാണ് പോകുന്നത്. എന്നാലും വലിയൊരു ഷേക്കില്ലാതെ നല്ലൊരു അത്യാവശ്യം ഇളക്കമൊന്നുമില്ലാണ്ട് നല്ലൊരു സ്റ്റെബിലൈസേഷൻ കീപ്പ് ചെയ്യുന്നുണ്ട് ക്യാമറ. ചാടുമ്പോഴൊന്നും കണ്ടോ അത് ഇളകുന്നൊന്നുമില്ല. അല്ല സാധാ ക്യാമറയൊക്കെ നല്ല ഇളകുന്നതാണ്, ഫോൺ ക്യാമറയൊക്കെയാണ്. പക്ഷേ എന്നാലും അത്യാവശ്യം സ്റ്റെബിലൈസേഷൻ ക്യാമറ കീപ്പ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ കാണുന്നത് ജീപ്പിൽ പോകുന്നൊരു വീഡിയോ ആണ്. കണ്ടില്ലേ, ജീപ്പിന് ടയർ ഇളകിയാലും ക്യാമറ വലിയ ഷേക്കില്ല. അത്യാവശ്യം നല്ലൊരു സ്റ്റെബിലൈസേഷൻ തന്നെ ക്യാമറ നൽകുന്നുണ്ട്. കണ്ടില്ലേ, ഒരു സിനിമാറ്റിക് രീതിയിലുള്ള വിഷ്വൽ നമുക്ക് ക്യാമറ നൽകുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഫീച്ചർ തന്നെയാണ് ഇതിൻ്റെ ഒരു RocksteadY മോഡ് എന്ന് പറയുന്നത്. വെള്ളത്തിൽ ഇത് 11 മിനിറ്റ് വരെ സർവൈവ് ചെയ്യുന്നതാണ്. കാരണം നല്ലൊരു ക്രിസ്റ്റൽ ക്ലാരിറ്റിയിലുള്ള വീഡിയോ നമുക്ക് വെള്ളത്തിനുള്ളിലും നമ്മൾ ഈ ഒരു ക്യാമറ നമുക്ക് നൽകുന്നത്. ആ ഒരു ഡസ്റ്റിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഈ പൊടിയുടെയൊക്കെ വെള്ളത്തിലുള്ള ആ ഡസ്റ്റിൻ്റെ ഒക്കെ നല്ലൊരു ക്ലാരിറ്റിന് ഇത് കിട്ടുന്നുണ്ട്. പിന്നെ നല്ലൊരു സാധാ ഫോണൊക്കെ ആണെങ്കിൽ പെട്ടെന്നൊരു സ്മോക്കി ഫീൽ ഈ ഒരു ലെൻസിലേക്ക് വരും. എന്നാലും ആ ഫിഷിൻ്റെ കണ്ടില്ലേ അത്യാവശ്യം നല്ലൊരു ക്ലാരിറ്റി തന്നെ നടക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു സ്മോക്കി ഫീൽ ഒന്നും ഇല്ലാതെ എങ്ങനെയാണോ ഉള്ളത് വെള്ളത്തിൻ്റെ അതേപോലെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്തായാലും ഇതേപോലെ നമുക്ക് വെള്ളത്തിനുള്ളിൽ ഫ്രണ്ട് ഫേസിംഗ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. അങ്ങനെ ഒരു ഉപകാരം കൂടി നമുക്ക് ഈ ഒരു ഡ്യൂവൽ സ്ക്രീൻ ഉള്ളതുകൊണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു DJI OSMO ആക്ഷൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ DJI OSMO ആക്ഷൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇനി ഇതേപോലെ ആക്സസറീസ് നമ്മുടെ ചാനലിലേക്ക് വാങ്ങുമ്പോൾ അതിൻ്റെ അൺബോക്സിംഗ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി വേറൊരു വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ.